ഇന്ന് നമ്മളുടെ 7 ഡേയ്സ് ക്രോഷേ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ 6th ഡേ ആണ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു സീരീസ് ഇവിടെ എൻഡ് ആകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് 20 രൂപ കൊണ്ട് എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ടുലിപ്പ് കീ ചെയിൻ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. മറക്കാതെ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഇതുപോലുള്ള ഒരുപാട് വീഡിയോസിന് വേണ്ടിയിട്ട്. ഈ ഒരു ടുലിപ്പ് കീ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ മാത്രമാണ്. 2 കളറിലുള്ള യാൻസ് ആണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് 10 റുപ്പീസിൻ്റെ യാണാണ് കേട്ടോ, ആക്രിലിക് യാന്. ഇതുകൊണ്ട് ഒരു മാജിക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് എന്നത്തെയും പോലെ നമുക്കൊരു കത്രിക, സൂചി, പിന്നെ ഒരു സ്റ്റിച്ച് മാർക്കർ. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹുക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 2.5 mm ആണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ പച്ച കളർ നൂലെടുത്തിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ചെയിൻ സ്റ്റിച്ചസിന് അങ്ങനെ അളവൊന്നുമില്ല. ഇത് ഫുൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ടുലിപ്പ് കീ ചെയിൻ ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്ലിപ്പ് നോട്ട് അങ്ങോട്ടേക്ക് ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള അത്രയും ചെയിൻ സ്റ്റിച്ചസ് അങ്ങിട്ടോ. ആരോടും ചോദിക്കാനില്ല, ഒന്നും പറയാനില്ല. കുറച്ച് ടൈറ്റായിട്ട് വേണം കേട്ടോ ഈ ഒരു ചെയിൻ സ്റ്റിച്ചസ് നമുക്കിവിടെ ചെയ്യാൻ. അപ്പം ഞാനിവിടെ 50 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്തേക്കുന്നത്. 50 ചെയിൻ സ്റ്റിച്ചിന് വരുമ്പോൾ ദാ ഏകദേശം നമ്മുടെ കൈയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാ ഇത്ര ഒരു നീളം വരും. ഓക്കെ, 50 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചെയിൻ സ്റ്റിച്ച് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് എത്ര നീളം നമുക്ക് വേണമെന്നുള്ളത് ഡിപ്പെൻസ് ആണ്. അപ്പം നമ്മൾ മടക്കി പിടിച്ച് ഏകദേശം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു കീ ചെയിൻ കിടക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എത്ര ലെങ്ത് വേണോ അത്ര ചെയിൻസ് നിങ്ങൾ ചെയ്തോ. ഈ ഞാൻ നമുക്കിവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇനി നമ്മൾ ടുലിപ്പ് ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കയ്യിൽ ഞാനിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തേച്ച് ഇങ്ങനെ ഞാനൊന്ന് പുള്ളി ചെയ്തെടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു മാജിക് റിങ് ഫോം ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണേ. 1 2 3 4 5 6. ഈ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാജിക് റിങ് അങ്ങ് ക്ലോസ് ചെയ്തിക്കുക. ഓക്കെ, ഇനി നമ്മളുടെ ആദ്യത്തെ സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു റൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യുവാണേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 6 സിംഗിൾ ക്രോഷയിലും സിംഗിൾ ക്രോഷേ ഇൻക്രീസ് സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആയിരിക്കും ഇതിനകത്ത് കിട്ടുക. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഇനി സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ സിംഗിൾ ക്രോഷേ ചെയ്യുവാണ്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലും അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ ഇരുന്ന സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു റൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യുവാണേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസ് അങ്ങനെയാണ്. അപ്പോൾ അടുത്ത സ്റ്റിച്ചിൽ ഞാനൊരു സിംഗിൾ ക്രോഷേ ഇവിടെ ചെയ്ത് വെക്കുവാണ് കൈയോടെ. എന്നിട്ട് ഞാനത് മാർക്ക് ചെയ്യുവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ടും കൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുക്കുവാണേ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ ഇരുന്ന സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് നമ്മൾ ഈ ഒരു റൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്യുവാണ്.
ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 സിംഗിൾ ക്രോഷയും അത് കഴിഞ്ഞൊരു ഇൻക്രീസ് സ്റ്റിച്ചാണ് പെർഫോം ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ച് മാർക്കർ ഓരോ റൗണ്ടും കഴിയുമ്പോൾ മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്തൊരു സിംഗിൾ ക്രോഷേ ചെയ്യുവാണ്. അടുത്ത സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മുടെ പാറ്റേൺ വരുന്നത് 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റിച്ചിലും നമ്മൾ അടുത്ത 2 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റിച്ചിൽ ഇൻക്രീസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 5 റൗണ്ടാണ്. നിങ്ങൾക്കും സെയിം പാറ്റേൺ മതിയെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്തോ. 5 റൗണ്ടിൽ ഇനി സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ടുലിപ്പിൻ്റെ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും തുന്നി എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ സ്റ്റിച്ച് മാർക്കർ അങ്ങ് റിമൂവ് ചെയ്തിട്ട് ലാസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് നീളത്തിൽ നമ്മുടെ യാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ അകംവശത്തുള്ള ആ ഒരു അറ്റത്തിൻ്റെ നൂല് ഇതുപോലെ ഇവിടെ കിടപ്പുണ്ടാവും. അതവിടെ കിടന്നോട്ടെ. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു നൂല് ഇപ്പം നമുക്കൊരു ചെറിയ ക്യാപ്പ് പോലെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ടോട്ടൽ 2 ടുലിപ്പിൻ്റെ ഫ്ലവേഴ്സാണ് വേണ്ടത്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഇലയുടെ പോർഷനും കൂടെ ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു ഇല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഇനി 16 ചെയിൻ സ്റ്റിച്ചസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, ഇത്രയും ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്കിൽ നിന്ന് ഇപ്പം നമ്മൾ നിൽക്കുന്ന എൻഡിൽ നിന്ന് രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇത് ഈ ചെയിനിലേക്കാണ്. ഇനി ഇത് ചെയ്ത് കഴിയുമ്പം ഈ ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത് വിടുവാണേ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷയാണ്. അതിനടുത്തുള്ള സ്റ്റിച്ചിലും നമ്മളൊരു ഡബിൾ ക്രോഷയാണ്. ടോട്ടൽ നമുക്കിവിടെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തത്. അടുത്ത സ്റ്റിച്ചിലും നമ്മൾ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇതിനടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചെയിൻ സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള അടുത്ത 3 സ്റ്റിച്ചിലും നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. 3 ഡബിൾ ക്രോഷ്യേസ്. 1 2
2 3. ഇനി വരുന്ന അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഇനിയുള്ള അടുത്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മൾ 3 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അത് ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. 1 2 3. നമ്മൾ ഈ ബാക്കി വരുന്ന ഈ ടെയിലുണ്ടല്ലോ, അതിനെ നമ്മൾ ഇതുപോലെ ഇതിനകത്തേക്ക് ഹൈഡ് ചെയ്ത് പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിനി വർക്ക് ചെയ്യുന്നത് അടുത്ത ഈ കാണുന്ന സ്റ്റിച്ചിലാണ്. അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഓപ്പോസിറ്റ് പോർഷനിലുള്ള ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ്. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ആണ്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ടെയിൽ ഇതിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മറക്കരുത്, എന്നാൽ അത് അവിടെ ഹൈഡായി പോയിക്കോളും. ഇനിയും നമ്മൾ അടുത്ത ചെയ്യുന്നത് ഒരു ഡബിൾ ക്രോഷ്യ ആണ്. 3 ഡബിൾ ക്രോഷ്യ ആണ് നമുക്കിവിടെ ടോട്ടൽ ചെയ്യാനുള്ളത്. രണ്ട് 3. ഈ ഒരു 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന സ്റ്റിച്ചിലേക്ക് ഇനി ഞാനൊരു കാര്യം ചെയ്യുകയാണ്. നമ്മുടെ ടെയിൽ ഇത്രയും മതി, നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്തു വന്നത് ഇത്രേ ഉള്ളൂ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞ് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് അടുത്ത സ്റ്റിച്ചിലേക്ക്. ഓക്കെ, ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ സെയിം പാറ്റേൺ തന്നെയാണ്, അത് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ഇല ഇങ്ങനെ ഫോമായിട്ട് വരുന്നത് കാണാം. ഇതേ കാര്യം തന്നെയാണ് നമ്മളിനി ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സിംഗിൾ ക്രോഷ്യ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെയുള്ള 3 സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ്. ഇനി ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റിച്ചിൽ നമ്മളൊരു ലാസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുവാണ്. ഓക്കെ, ഏകദേശം നമ്മുടെ ഇല ഇവിടെ ഫോമായി വന്നിട്ടുണ്ട്. ഇനി ഈ ലാസ്റ്റത്തെ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. 1 2. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇലയുടെ ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരിച്ചിരി നീളം ഇട്ടിട്ട് നമ്മൾ ഈ ഒരു നൂലങ്ങ് കട്ട് ചെയ്യുവാണ്. അടുത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂലിനെ നമ്മൾ ഹൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമ്മുടെ സൂചി ഒന്ന് കോർത്തെടുക്കാം. ഇനി മെല്ലെ നമ്മൾ ഈ നൂലങ്ങ് ഹൈഡ് ചെയ്യുവാണേ. നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു
കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലയുടെ പോർഷനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ അങ്ങ് കൂട്ടി യോജിപ്പിക്കുന്ന പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഈ ഒരു തണ്ടായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തല്ലോ, അത് നമ്മളിങ്ങ് എടുക്കുവാണ്. ഇനി നമ്മളുടെ ടൂലിപ്പ് എടുത്തിട്ട് നമ്മുടെ അകം വശം ഇതാണ്, പുറം വശം ഇങ്ങനെയാണ് വരുന്നത്. നമ്മളതിനെ നേരെ തിരിച്ചൊന്ന് പകുതിയായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുവാണ്. നമുക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹുക്ക് യൂസ് ചെയ്തിട്ട് കറക്റ്റ് നമ്മളുടെ ഈ ഒരു മാജിക് റിങ്ങിൻ്റെ ഒരു നടുവശം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ കൂടെ ഇതുപോലെ നമ്മളുടെ ഹുക്കൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേപോലെ ആ നൂലങ്ങ് വലിച്ചിങ്ങോട്ടേക്ക് എടുക്കുകയാണ് കേട്ടോ. സ്റ്റിച്ച് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ വരെ മതി. എന്നിട്ട് നമ്മളിതൊന്ന് തമ്മിൽ കൂട്ടി കെട്ടി കൊടുക്കുവാണേ. ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിത് നല്ല തിരിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഈ നൂലൊക്കെ ഇതിനകത്ത് തന്നെ ഇരുന്നോട്ടെ, നമ്മൾ അതിനെയൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ ഈ ഒരു പോർഷനും ചെയ്യുവാണ്. ഞാനിതിങ്ങനെ മറിച്ചിങ്ങനെ പകുതി പിടിക്കാനുള്ള റീസൺ നമുക്കിത് എളുപ്പത്തിന് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ്. ഈ നൂലിനെ ഇങ്ങനെ പുറകിലേക്ക് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം, ഇത് ജസ്റ്റ് ഇങ്ങനെ കിട്ടിയാൽ മതി എന്ന് മാത്രം. നമ്മൾ കറക്റ്റ് ആ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇവിടെ കെട്ടിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മളിങ്ങനെ ചുരുട്ടി ഒന്ന് ഇതിനകത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ദാ ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പഞ്ഞി എടുക്കുക, പോളിസ്റ്റർ കോട്ടൺ, എന്നിട്ട് ഇത് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുവാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പഞ്ഞി ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നമ്മളിതുപോലത്തെ യാണ്ട് കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഇത് കണ്ടോ, ഇങ്ങനത്തെ കുറച്ച് പീസുകളൊക്കെ നമ്മൾ മുന്നത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ എടുത്ത് വെച്ചതുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇതുപോലെ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ കിട്ടിയാൽ മതി എന്ന് മാത്രം. ഇനി ബാക്കി വരുന്നത് ഇനി ഞാൻ കുറച്ചും കൂടെ ഇവിടെ എൻ്റെ കയ്യിൽ പഞ്ഞി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ യാനുണ്ടെങ്കിൽ അത് തന്നെ അതിനകത്ത് ചുരുട്ടി ചുരുട്ടി വെച്ച് കൊടുത്താൽ മതി. നോ ഇഷ്യൂസ്. അപ്പോൾ ഇവിടെ ഞാൻ ഇച്ചിരി കൂടെ പഞ്ഞി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നൊരു പണി, നമ്മളുടെ സൂചിയിലേക്ക് ഈ ഒരു പൂവിൻ്റെ അറ്റത്തുള്ളൊരു നൂലുണ്ടല്ലോ, അത് നമ്മളൊന്ന് കോർത്തെടുക്കുക. പഞ്ഞി ഇങ്ങനെ ചാടി വരും, അത് നമ്മൾ നോക്കണ്ട. അവനെ ഇങ്ങനെ നമ്മൾ അകത്തേക്ക് തന്നെ കംപ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഇങ്ങനെ അങ്ങ് അടച്ച് പിടിക്കുക. അത് കഴിഞ്ഞ് ഈ നൂല് കൊണ്ട് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങ് തുന്നി കൊടുക്കുവാണേ. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ കൂടെയാണ്, ഇത് കണ്ടില്ലേ, നമ്മൾ ഇതിലേ ഇപ്പം നൂല് വന്നെങ്കിൽ തൊട്ടപ്പുറത്തെ ഒരു ഗ്യാപ്പ് ഇട്ട് അപ്പുറത്തെ സ്റ്റിച്ചിൽ കൂടെയാണ് നമ്മൾ ഇത് തിരിച്ചെടുക്കുന്നത്. നല്ലപോലെ ഇത് ടൈറ്റ് ആവണം കേട്ടോ. ഇനി ഈ സെയിം പ്രോസസ്സ് നമ്മൾ ഇതുപോലെ ഈ ഫ്ലവറിനെ തിരിച്ച് പിടിച്ചുകൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ പോലെ പഞ്ഞി നിങ്ങളുടെയും പുറത്ത് വരുന്നൊരു പ്രശ്നമുണ്ട്. ഇതേ നമ്മുടെ ഹുക്ക് എടുത്തിട്ട് ഇങ്ങനെയൊന്ന് കുത്തി കുത്തിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. നമ്മളിതിങ്ങനെ അടച്ചു പിടിക്കുക. നമ്മളിപ്പോൾ ചെയ്തതുപോലെ ഒരു സ്റ്റിച്ചിൻ്റെയും പിന്നെ അതിൻ്റെ അപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ ഇതുപോലെ ഫസ്റ്റ് സൂചി ഒന്ന് കടത്തി വിടുക. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡുണ്ടല്ലോ, ഇതുപോലെ നമ്മൾ തുന്നിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സൂപ്പറായിട്ടുള്ള ട്യൂലിപ്പ് ഫ്ലവർ ഇവിടെ ഫോം ചെയ്ത് കണ്ടില്ലേ. ഇത്ര ഉള്ളു പരിപാടി. ഇനി ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേജ്.
ഇനി നമ്മൾ ഈ സൂചി മെല്ലെ ഇതുപോലെ താഴേക്കൊന്ന് കൊണ്ടുപോയി ഈ ഒരു മിഡിൽ പോർഷനിലേക്ക് ഒന്ന് കുത്തിയെടുത്തിട്ട് നമ്മുടെ നൂലങ്ങ് ഹൈഡ് ചെയ്യുവാണ് കേട്ടോ നമ്മൾ. ഇവിടെ നിന്ന് ഇതുപോലെ ഒന്നുകൂടെ താഴേക്കും കൂടെ. ഓക്കെ, സംഭവം സെറ്റാണ്. ഇനി നമുക്ക് ഈ നൂല് കട്ട് ചെയ്യാം. ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ടുലിപ്പ് ഫ്ലവർ കാണാൻ? നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇത് ഭയങ്കര കുഞ്ഞിതായതുകൂടെ കൊണ്ട് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ഫ്ലവറും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ 2 ഫ്ലവേഴ്സും ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ പണിയാണ് ഈ ഒരു ഇല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഇല എടുത്തിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ നടുക്കത്തെ നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും 2 ഇലയും കൂടെ ജോയിൻ്റ് ആവുന്ന പോലത്തെ ഒരു ഏരിയ. അവിടെയുള്ള ആ സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ അകത്തു കൂടെ ഫസ്റ്റ് ഇങ്ങനെ, അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക്, ആ ഒരു രീതിക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ ഹുക്കൊന്ന് കൊളുത്തി വെക്കുക ഫസ്റ്റ്. ഓക്കെ, ഇനി ഈ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇതിനകത്ത് കൂടെ പുറത്തേക്ക് പുള്ള് ചെയ്തെടുക്കുവാണ്. ഇത് ഇച്ചിരി ടൈറ്റായിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മളത് കുറച്ചൊന്ന് ക്ഷമയോടുകൂടെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. നമ്മുടെ മുടിയിലൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട്, മുടി വേറൊരു ബുഷിട്ട് കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുണ്ടോ, ഇതിങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇത് നല്ല ഭംഗിയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ പല പല കളർ കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ടുലിപ്പ് കീ ചെയിൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ടുലിപ്പ് കീ ചെയിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളിത് ചെയ്യാൻ പഠിപ്പിച്ചാൽ എനിക്ക് നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതുപോലുള്ള ക്യൂട്ട് ആൻഡ് ഈസി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്രോഷ്യ ഐറ്റംസ് കൊണ്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നെന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.